ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡേ 5 ക്ലാസ്സിലാണ് ഉള്ളത്. നമ്മളിതുവരെ 4 ക്ലാസ്സുകളാണ് ചെയ്തിട്ടുള്ളത്. ഡേ 1 മുതൽ ഡേ 4 വരെ എന്തൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് നമ്മൾ റീക്യാപ്പ് പോലെ നോക്കാം. ഡേ 1 പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ പഠിച്ചത്, അതായത് വർത്തമാനകാലം. ഒരു പുരുഷൻ എങ്ങനെ പറയും, ഒരു സ്ത്രീ എങ്ങനെ പറയും, അതേപോലെ മറ്റുള്ളവരെ പറ്റി എങ്ങനെ പറയും എന്നൊക്കെ നമ്മൾ അതിൽ പഠിച്ചു. ഡേ 2 ഡേ 3 ഇത് തന്നെയാണ്, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഫോർമുലകളും അതുപോലെ തന്നെ കണ്ടീഷൻസും എക്സാമ്പിൾ ഡെയിലി യൂസ് സെൻറ്റൻസും ആണ് നമ്മളിതിലെല്ലാം നോക്കിയിട്ടുള്ളത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകാം, നിങ്ങൾ അതൊന്ന് പോയി കാണുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് നമ്മൾ ക്ലാസ് നൽകുന്നതിനനുസരിച്ച് അതിൻ്റെ മുമ്പുള്ള ക്ലാസ്സും കാണുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സാണ് ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവി കാലം. ഇതിന് നമ്മൾ എക്സാമ്പിളോട് നോക്കുകയാണെങ്കിൽ ഞാൻ വരും, അവൻ വരും, അവൻ പഠിക്കും, ഇതുപോലുള്ള സെൻറ്റൻസ് നമ്മൾ സംസാരിക്കണമെങ്കിൽ എങ്ങനെ പറയും, ഇതിനുള്ള ചില ഫോർമുലകൾ ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഈ ക്ലാസ്സിൽ. വരും വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ബൈ ഹാർട്ടാക്കണം. ഇത് കറക്റ്റായി ഹിന്ദി സംസാരിക്കണമെങ്കിൽ ഇത് കാണാതെ പഠിക്കുക തന്നെ വേണം. ഇവിടെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ 3 കോളങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്: സബ്ജക്റ്റ്, മെയിൽ, ഫീമെയിൽ. സബ്ജക്റ്റ് എന്നത് നമ്മൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അതായത് ഞാൻ, നീ, അവൻ, ഇവൻ, ഇത്, അത്, അവർ, ഇവ, ഇങ്ങനെ ഈ 4 കാര്യങ്ങളും നമ്മൾ സബ്ജക്റ്റിൽ വരുന്നുണ്ട്. ഇത് ഞാൻ എന്ന് സബ്ജക്റ്റിൽ വരികയാണെങ്കിൽ ഒരു ആണ് പറയുമ്പോൾ എങ്ങനെ പറയും? ഊങ്ക എന്ന് ആഡ് ചെയ്യും. ഏതിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്? അതായത് വെർബിൻ്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി ഫീമെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഊങ്കി. ഇനി സബ്ജക്റ്റിൽ തും എന്ന് വന്നു, അപ്പോൾ നമ്മൾ ഒരാണ് പറയുകയാണെങ്കിൽ ഓഗേ, ഓഗേ. ഫീമെയിൽ ആണെങ്കിൽ ഓഗി. അതേപോലെ സബ്ജക്റ്റിൽ വഹ്, യഹ് എന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ അത് ഒരാണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏക. ഫീമെയിൽ ആണെങ്കിൽ ഏകി. അടുത്തത് സബ്ജക്റ്റിൽ വേ, എ, അവർ, ഇവർ, ആ, താങ്കൾ ഇങ്ങനെ വരികയാണെങ്കിൽ മെയിൽ പറയുമ്പോൾ ഏങ്കി, ഫീമെയിൽ പറയുമ്പോൾ ഏങ്കി. പൊതുവായി ഉപയോഗിക്കേണ്ട വാക്കുകൾ ആയതുകൊണ്ടാണ് ഇതൊരു ടേബിൾ പോലെ ഞാൻ ആക്കിയിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും എക്സാമ്പിളോട് കൂടി നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മേ, അതായത് ഞാൻ എന്നാണ്. ഇത് സബ്ജക്റ്റായി വരുന്നതാണ്. ഇതിന് ഫോർമുലയിൽ നമ്മൾ ടേബിൾ പറഞ്ഞ പ്രകാരം എന്തെല്ലാം ചേർക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. മേ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ, അതിൻ്റെ കൂടെ പ്ലസ് വെർബ് കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് പ്ലസ് ഊങ്ക എന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു പുരുഷൻ പറയുകയാണെങ്കിൽ ഈ ഫോർമുല എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. മേ ആവുങ്ക, ഊങ്ക. അങ്ങനെ ആവുമ്പോഴാണ് ഒരു ആണ് പറയുന്നത് പോലെ തോന്നുക. ഐ വിൽ കം, ഞാൻ വരും. ഇനി നെക്സ്റ്റ് മേ സ്കൂൾ ജാവുങ്ക, ഐ വിൽ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും, ഊങ്ക എന്ന് ചേർക്കുമ്പോഴാണ് മെയിലായിട്ട്, അതായത് ഒരു ആണാണ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. മേൻ്റെ കൂടെ നമ്മൾ വെർബ് ചേർത്ത് കൊടുക്കും അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ പുരുഷനാകുമ്പോൾ ഊങ്ക എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഊങ്കി എന്ന് ചേർത്ത് കൊടുക്കണം. ഉദാഹരണം നോക്കാം. മേ ആഊങ്കി, ഞാൻ വരും അല്ലേ. ഐ വിൽ കം, ഞാൻ വരും. ഇനി നെക്സ്റ്റ് മേ സ്കൂൾ ജാഊങ്കി, ഐ വിൽ ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകും. നമ്മൾ ടേബിളിൽ പഠിച്ച പ്രകാരം ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് തും, യു,
നിങ്ങൾ. ഇത് നമ്മൾ ഫോർമുലയിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതിൽ തും പ്ലസ് വെർബ്, അതായത് ക്രിയ, പ്ലസ് ഓകെ എന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊരു പുരുഷനോട് സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോർമുല എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ സെൻറ്റൻസുകളിൽ നോക്കാം. തും ഖാവോഗെ, യു വിൽ ഈറ്റ്, നിങ്ങൾ തിന്നും. ഇനി നെക്സ്റ്റ്, തും വഹാം ജാവോഗെ, യു വിൽ ഗോ ദേർ, നിങ്ങൾ അവിടെ പോകും. ഇവിടെയെല്ലാം ഓകെ എന്ന് ചേർത്തതുകൊണ്ട് ഇവിടെ പുരുഷനോടാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്, ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണെങ്കിൽ ആണ് ഈ ഫോർമുല ഉപയോഗിക്കില്ല. അതായത് തും പ്ലസ് വെർബ്, അതായത് ക്രിയ അല്ലേ, അതിൻ്റെ കൂടെ പ്ലസ് ചേർത്തിട്ട് ഓഗി എന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. തും ഖാവോഗി, യു വിൽ ഈറ്റ്, നിങ്ങൾ തിന്നും അല്ലേ. നെക്സ്റ്റ്, തും വഹാം ജാവോഗി, യു വിൽ ഗോ ദേർ, നിങ്ങൾ അവിടെ പോകും. നമ്മൾ ഫസ്റ്റ് ടേബിളിൽ പഠിച്ചത് പ്രകാരം ഇനി മൂന്നാമത്തേൽ പറയുന്നതാണ് ഹി, ഇവൻ, അവൻ എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് യഹ്, വഹ് അല്ലേ, ദിസ്, ദാറ്റ്, ഇത്, അത് എന്നും നമ്മൾ യഹ്, വഹ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫോർമുലയും അതുപോലെ തന്നെ സെൻറ്റൻസും നമുക്ക് നോക്കാം. ഇതിൽ ഹി, അതായത് അവൻ, ഇതിൻ്റെ കൂടെ നമ്മൾ വെർബ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ പ്ലസ് ഏക എന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമ്മൾ സെൻറ്റൻസുകൾ നോക്കാം. വഹ് ബോലേഗ, ഹി വിൽ സ്പീക്ക്, അവൻ സംസാരിക്കും. ഇനി നെക്സ്റ്റ്, വഹ് ആജ് സ്കൂൾ ജായേഗ, ഹി വിൽ ഗോ ടു സ്കൂൾ ടുഡേ, അവൻ ഇന്ന് സ്കൂളിൽ പോകും. ഇനി നെക്സ്റ്റ്, ഷീ, ഇവൾ, അവൾ, യഹ്, വഹ് എന്നും ദിസ്, ദാറ്റ്, ഇത്, അത് എന്നുള്ളതിനൊക്കെ നമ്മൾ യഹ്, വഹ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫോർമുലയും സെൻറ്റൻസും നോക്കാം. ഇവിടെ ഷീ, അവൾ, അതായത് വഹ് അല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ വെർബ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഏകി എന്ന് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ സെൻറ്റൻസുകളിൽ നോക്കാം. വഹ് ബോലേഗി, വഹ് ബോലേഗി, ഷീ വിൽ സ്പീക്ക്, അവൾ സംസാരിക്കും. വഹ് ആജ് സ്കൂൾ ജായേഗി, ഷീ വിൽ ഗോ ടു സ്കൂൾ ടുഡേ, അവൾ ഇന്ന് സ്കൂളിൽ പോകും. നമ്മൾ ഫീമെയിലും മെയിലും ഒരേ സെൻറ്റൻസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ വ്യത്യാസം വരുന്നത് എവിടെയാണ്? ഏക, ഏകി എന്നുള്ള ഒരു ഭാഗത്താണ്. അതുകൊണ്ടാണ് നമുക്ക് ആണ്, പെണ്ണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സെൻറ്റൻസ് മനസ്സിലാവുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ്, ഇവർ, അവർ എന്നുള്ളതിന് നമ്മൾ എ, വേ എന്ന് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ, താങ്കൾ എന്നുള്ളതിന് ആപ്, ഹം എന്നും ഉപയോഗിക്കും. ഇത് നമ്മൾ സെൻറ്റൻസുകളിൽ നോക്കാം. വേ എന്നുള്ളത് അവർ, ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് വെർബ് ചേർത്ത് കൊടുക്കുന്നു. പ്ലസ് ഏങ്കെ എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിന് നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, വേ ഗായേങ്കെ, ദേ വിൽ സിംഗ്, അവർ പാടും. ഇനി നെക്സ്റ്റ്, ഹം സോച്ചേങ്കെ, വി വിൽ തിങ്ക്, ഞങ്ങൾ ചിന്തിക്കും. ഇനി നെക്സ്റ്റ്, വേ, അവർ പ്ലസ് വെർബ്, അതായത് ക്രിയ, പ്ലസ് ഏങ്കി, അതായത് ഇവിടെ ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഏങ്കി എന്ന് ചേർത്ത് കൊടുക്കണം. മാ ഗായേഗി, മോം വിൽ സിംഗ്, അമ്മ പാടും. ഹം സോച്ചേങ്കി, വി വിൽ തിങ്ക്, ഞങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഡെയിലി യൂസ് സെൻറ്റൻസ് നമ്മൾ നോക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഐ വിൽ ഗോ ടു ലൈബ്രറി, ഞാൻ ലൈബ്രറിയിലേക്ക് പോകും. ഇത് ഒരാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. മേ പുസ്തകാലയ ജാവുങ്ക, ജാവുങ്ക എന്ന് പറയുമ്പോൾ ഒരാണാണ് അല്ലേ. മേ പുസ്തകാലയ ജാവുങ്കി, ഒരു സ്ത്രീയാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. വിൽ യു കം, നിങ്ങൾ വരുമോ. ക്യാ ആപ് ആയേങ്കെ, ക്യാ ആപ് ആയേങ്കെ,
ഇനി നെക്സ്റ്റ് ഐ വിൽ കം അഗെയിൻ, ഞാൻ വീണ്ടും വരും. മേ ഫിർ ആവുങ്കി, ഇവിടെ സ്ത്രീയാണ് പറയുന്നത് അല്ലേ, ആവുങ്കി എന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വെൻ വിൽ ദ ഡോക്ടർ കം, ഡോക്ടർ എപ്പോൾ വരും. ഡോക്ടർ കബ് ആയേങ്കെ, ഡോക്ടർ കബ് ആയേങ്കെ. ഇനി നെക്സ്റ്റ് മൈ ഫ്രണ്ട് വിൽ കം, എൻ്റെ സുഹൃത്ത് വരും. മേരാ ദോസ്ത് ആയേഗ, മേരാ ദോസ്ത് ആയേഗ. ഇവിടെ ആയേഗ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആൺകുട്ടിയാണ് അല്ലേ. ആയേഗ അതായത് അവൻ വരും എന്നുള്ളതാണ്. വേർ വിൽ യു ഗോ, നിങ്ങൾ എവിടെ പോകും. തും കഹ ജാവോഗെ, തും കഹ ജാവോഗെ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് ഒരുവിധം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.